ചൈനയിലേക്ക് ചൈന ബോർഡറിലേക്ക് പോകുന്ന ഭാഗമായിട്ട് ഞങ്ങൾ വണ്ടികളെല്ലാം ഫ്യൂളൊക്കെ അടിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഫ്യൂളിനൊക്കെ 279 ടെങ്കോ, അതായത് നാട്ടിലെ 30 രൂപ, 30 രൂപയാണ് വരുന്നത്. ആഹാ ആഹാ, വെരി ബാഡ്, വെരി ബാഡ്. അപ്പോൾ നമ്മളിത് ബോർഡറിലേക്ക് കയറുവാണ്. ഇത് കസാക്കിസ്ഥാനിൽ നിന്ന് ചൈനയിലേക്കുള്ളവരുടെ എക്സിറ്റ് ബോർഡറാണ്. അപ്പം ഇത് കഴിഞ്ഞാൽ തൊട്ടപ്പുറം ചൈനയുടെ ബോർഡർ കാണും. അവിടെയാണ് കൂടുതൽ ചെക്കിങ് കാര്യങ്ങളും. ഇവിടെയും അത്യാവശ്യം ചെക്കിങ് എല്ലാം ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ന്യൂട്രലിൽ ഒരു വീഡിയോ എടുത്താണ് കട്ട് ചെയ്യുക. ചൈനയുടെ ബോർഡറിലേക്ക് കയറുവാണ്. കസാക്കിസ്ഥാൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മളിനി ചൈനയിലേക്ക് കയറി. ചൈനയുടെ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ബോർഡർ ഓഫീസാണ്. അല്ല, അങ്ങോട്ട് പോയാലേ ഇവിടെ ഇങ്ങനെ ആരോ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിലെ വണ്ടി അവിടുന്ന് ഇങ്ങോട്ട് വരുവാണ്. ഒന്നും പിടി കിട്ടുന്നില്ല. ചൈന ഇമിഗ്രേഷൻ. ഹലോ ബോസ്. ഇതാണെന്ന് തോന്നുന്നു മെയിനായിട്ടുള്ള ചൈനയുടെ. ഇതും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതും വേറെ എന്തോ സംഭവമാണ്. ഇത് അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയാം. അപ്പോൾ ഞങ്ങളങ്ങനെ ചൈനയുടെ ബോർഡർ പാസ് ചെയ്തിരിക്കുകയാണ്. എല്ലാം ഭംഗിയായിരുന്നു. ഏതാണ്ട് ഒരു 5 to 6 hours ഞങ്ങളെടുത്തു. എല്ലാം ഒന്ന് ക്ലിയറായി. വണ്ടി സ്കാൻ ചെയ്ത് വണ്ടിയിലുള്ള പൊട്ടും പൊടി വരെ സ്കാൻ ചെയ്തെടുത്തു. അതിനുശേഷം ഇത് ചൈനയുടെ ബോർഡറിൽ കയറിയപ്പോൾ നമ്മുടെ സലൈവ എടുത്തു. സോ അത് നമുക്ക് എന്തെങ്കിലും നമ്മൾ മൾട്ടി കൺട്രീസ് എൻട്രി ചെയ്തുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോ ദേ വിൽ ലെറ്റ് us know within 24 hours ടൈം. സോ 24 hours നമുക്ക് മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ as fine, you are free. അപ്പോൾ എനിവേ ഇതാണ് ശരിക്കും ചൈനയുടെ എക്സിറ്റ്. അപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാം. യെസ്, ഇതൊരു കവാടമാണ്, ചൈനയിലേക്കുള്ള എൻട്രൻസിൻ്റെ കവാടം. അപ്പോൾ ഞങ്ങളുടെ ബോസ് സാധുവായി വണ്ടിയായിട്ട് എത്തിയിട്ടില്ല. കാരണം വണ്ടി സെപ്പറേറ്റ് ആണ് വരുന്നത്. ഞങ്ങൾ നമ്മുടെ എയർപോർട്ടിലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് എക്സിറ്റ് അടിക്കുന്ന പോലെ ഞങ്ങളെല്ലാവരും എൻട്രി എക്സിറ്റ് അടിച്ച് പോകുന്നു. ഞങ്ങളൊരു ബിഗ് ഗ്രൂപ്പ് തന്നെയുണ്ട്. ദുബായിൽ നിന്നും അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നും പിന്നെ വേറെ ഏത് രാജ്യത്തെ ശ്രീലങ്ക അല്ല, നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ളുണ്ട്. പിന്നെ വേറെ ഒരിടത്തും ഒരാൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും വലിയ ഗ്രൂപ്പാണ് ഞങ്ങൾ. യെസ്, ഇതൊക്കെയാണ് ചൈനയുടെ എൻട്രൻസ്. പാസഞ്ചേഴ്സ് വരുന്ന വഴി ഇതാണ് അതിൻ്റെ എക്സിറ്റ്. പിന്നെ വെഹിക്കിൾസ്, ഓൾ വെഹിക്കിൾസ്, ബസ്, ലോറി, അതുപോലെ കാറെല്ലാം വരുന്ന എക്സിറ്റ് ഇതാണ്. അപ്പോൾ നിയർലി ഞങ്ങളുടെ വണ്ടി ഇത് എല്ലാ ക്ലിയറൻസും കഴിഞ്ഞ് ഡോറ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെ കാത്ത് കിടക്കുകയാണ്. യെസ്, സാബും കാറും അതുകൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി ആ ഗേറ്റ്, ഈ ഗേറ്റ് ഇലക്ട്രിക് ഗേറ്റ് ആണ്, ഓപ്പൺ ചെയ്യണം. ശരിക്കും ഇവിടെ ഒരു നമ്മൾ മറ്റുള്ള സാധാരണ ബോർഡർ വരുന്നത് ഇതൊരു എയർപോർട്ടിൻ്റെ ഒരു മിനി എയർപോർട്ടിൻ്റെ ഒരു സ്റ്റൈലാണ് അവരിത് സെറ്റ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനോഹരമാണ്. മറ്റേത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മൾ റോഡിലേക്ക് ഡയറക്റ്റ് കുന്നും ചേരും മലയും ഉള്ള റോഡിലേക്ക് ഇറങ്ങി പോകുന്നു. ഇത് പക്ഷേ വേറൊരു ഡിഫറെൻറ്റ് വേയിൽ കംപ്ലീറ്റ് ഗേറ്റ് വെച്ച് ഒരു സെറ്റപ്പാണിത്. സൂപ്പർ ഒരു ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ ഡെവലപ്ഡ് സ്റ്റൈലാണ് അതെല്ലാം സെറ്റ് ചെയ്തതുകൊണ്ട്. ഇത് മെയിൻ എക്സിറ്റ് ഗേറ്റാണ് ഇവിടെ. ഓക്കെ, ചൈനയുടെ ഇമിഗ്രേഷൻ ഗേറ്റാണ് ഇത്. അതായത് കസാക്കിസ്ഥാനിലേക്ക് പോകുന്ന ട്രക്കുകളുടെ, സോറി ഞാൻ മുമ്പ് പറഞ്ഞെങ്കിലും ഇതിൽ ട്രക്കൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. ട്രക്ക് ഈ ഇതിനോട് ചേർന്ന് വേറൊരു സ്ഥലമുണ്ട്, വേറൊരു എൻട്രൻസ് ഉണ്ട്. അവിടെയാണ്
ഇത് ചൈനയിൽ നിന്ന് കസാഖിസ്ഥാനിലേക്ക് പോകുന്ന എല്ലാ വണ്ടികളാണ് കാണുന്നത്. ഇങ്ങനെ ക്യൂ നടക്കുകയാണ്, ഇഷ്ടംപോലെ വണ്ടികൾ. അപ്പോൾ ഈ ഒരു എക്സിറ്റ് എന്ന് പറയുന്നത് ബസ്സിനും കാറിനും മാത്രമാണ്. ഒരു അലാമ കാണിച്ചു തുടങ്ങി, സിഗ്നൽ കിട്ടിയെന്ന് തോന്നുന്നു. ഇത് ട്രക്കിന് കസാഖിസ്ഥാനിലേക്ക് പോകാനും കസാഖിസ്ഥാനിൽ നിന്നും ചൈനയിലേക്ക് വരാനുമുള്ള വണ്ടികളാണ്. ഇത് ഈ കിടക്കുന്ന വണ്ടിയെല്ലാം കസാഖിസ്ഥാനിലേക്ക് പോകുന്നതാണ്. അതിലെ കൂടെ കാറും ട്രക്കും എല്ലാം അതിലെ കൂടെയാണ് പോകുന്നത്. അത് കംപ്ലീറ്റ് കസാഖിസ്ഥാനിലേക്ക് പോകുന്നതാണ് കേട്ടോ. യെസ്. അപ്പോൾ ലോറി ട്രക്കുകളൊക്കെ വരുന്നത് അതും ഈ വഴിക്കാണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ ഇതിലവിടെ എഴുതിയിട്ടുണ്ട് കാറും ബസ്സും മാത്രമാണ് ഇതിലവരെ കടന്നു വരുന്നത്. അപ്പോൾ ട്രക്കുകൾ വരുന്ന വഴി വേറെ ഏതോ ആണ്. അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ, ഇത്ര രസമെന്നൊക്കെ ഓരോ സെറ്റ് ചെയ്തേക്കണം. എയർപോർട്ട് പോലെ തന്നെ, മിനി എയർപോർട്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഈ വണ്ടിയിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ആ ഗേറ്റ് എല്ലാം ബേസിക്കലി ഓൾ ചെക്കിങ് സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞ് കിടക്കുക വേണ്ടി ജസ്റ്റ് ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. പക്ഷേ എന്തുകൊണ്ടാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യാത്തതെന്ന് അറിയത്തില്ല. ദർ ഷുഡ് ബി സം റീസൺ. അപ്പം നമ്മളതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. അവർ ഗേറ്റ് ഓപ്പൺ ചെയ്യാതെ എന്തായാലും പോച്ച് നടക്കുകയില്ല. വെറുതെ ഒന്നുമില്ല. സാബു അവിടെ സാബുവിൻ്റെ വണ്ടി ഏറ്റവും ഫ്രണ്ടിലുണ്ട്. അപ്പം എന്നിട്ടും ഇങ്ങനെ ഇറങ്ങി പോരാനായിട്ട് എന്തോ തടസ്സം. മേ ബി അവർക്ക് അവരുടേതായ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും, അറിയില്ല. സോ ലെറ്റ് us wait until he come. ഞങ്ങളുടെ സാബുജി വന്നു കഴിഞ്ഞു. ചൈന ബോർഡർ പാസ് ചെയ്ത് എല്ലാം കഴിഞ്ഞത് എല്ലാം റെഡിയായി വെളിയിൽ വന്നു. വെൽഡൺ മായി സാബു, ഇങ്ങോട്ട് പോരെ. അങ്ങനെ ചൈനയുടെ മണ്ണിൽ കാലുകുത്തി ഞങ്ങളുടെ വോൾവോ കാർ രാജകീയ പദവിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. So first day in China, this is the hotel where we are going to stay. The hotel name is Ruibo Hotel. Yes, this is Ruibo, yeah, Ruibo Hotel. A nice hotel, look like nice. സോ ദിസാണ്, ഇതെല്ലാമാണ്. ഇത് ദുബായിൽ നിന്ന് വന്ന നമ്മുടെ ഒരു മലയാളിയാണ്. ഇത് ഇറ്റലിക്കാരൻ, നമ്മളാദ്യം കണ്ട്. പിന്നെ ഈ വണ്ടിയാണ് നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നത്, ശ്രീലങ്കൻ ബായ്. ഇത് ദുബായ് ബായ്. ദിസ് ഇസ് ഓൾസോ ദുബായ് ബായ്. ദിസ് ഇസ് ഓൾസോ ദുബായ് ആൻഡ് ദിസ് ഈസ് അവേഴ്സ്. യെസ്, എല്ലാവരും ലാൻഡ് ചെയ്തു. All are safe here. All right, thank you. I'm okay then. See you later.